നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ക്ഷേത്ര ആചാരങ്ങൾ വെറും വിശ്വാസമല്ല, പക്ക സയൻസ് ആണ്. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മുണ്ടുടുക്കണം, പുരുഷന്മാർ ഷർട്ട് ഊരണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാറില്ലേ, ഇതെന്താ ഇത്ര നിർബന്ധം എന്ന്? എന്നാൽ സംഗതി നിസാരമല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എനർജി സെന്റേഴ്സാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. നമ്മുടെ അമ്മമാരും സഹോദരിമാരും സെറ്റും മുണ്ടും സാരിയും ഉടുത്ത് ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അത് കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് പ്രകൃതിയിലെ ഊർജത്തെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിക്കുന്ന ഒരു വലിയ ശാസ്ത്രം കൂടിയാണ്. ഈ തനിമയാണ് കേരളത്തിന്റെ ഐശ്വര്യം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ സെറ്റും മുണ്ടോ സാരിയോ ഉടുക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ കേവലം ഭംഗിയല്ല ലക്ഷ്യം. സെറ്റ് മുണ്ടും സാരിയും പുരുഷന്മാരുടെ മുണ്ടിനെ പോലെ തന്നെ സ്ത്രീകളുടെ സാരിയും സെറ്റ് മുണ്ടും തുന്നലുകൾ ഇല്ലാത്ത വസ്ത്രങ്ങളാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ തുന്നലുകൾ ഇല്ലാത്ത കോട്ടൺ വസ്ത്രങ്ങൾ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജിയെ കൂടുതൽ വേഗത്തിൽ ആഗിരണം ചെയ്യുകയും ശരീരത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നു. സാരി ഉടുക്കുമ്പോൾ നാഭി പ്രദേശം വസ്ത്രത്താൽ പൂർണ്ണമായി മറയ്ക്കപ്പെടാത്ത രീതിയിലാണ് പാരമ്പര്യമായി ധരിക്കാറുള്ളത്. യോഗശാസ്ത്ര പ്രകാരം ശരീരത്തിലെ പ്രധാന ഊർജ കേന്ദ്രങ്ങളിൽ ഒന്നാണ് നാഭി. ക്ഷേത്രത്തിലെ മന്ത്രോച്ചാരണങ്ങളിൽ നിന്നും പ്രതിഷ്ഠയിൽ നിന്നും പുറപ്പെടുന്ന ഊർജം ഈ കേന്ദ്രത്തിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് വിശ്വാസം. നമ്മുടെ കേരള സാരിയിലെ സ്വർണ്ണ നിറത്തിലുള്ള കസവ് വെറും ഒരു ഫാഷൻ അല്ല. സ്വർണത്തിന് പോസിറ്റീവ് ഊർജത്തെ പ്രതിഫലിപ്പിക്കാനും നെഗറ്റീവ് എനർജിയെ തടയാനുമുള്ള കഴിവുണ്ട്. ഇത് ശരീരത്തിനു ചുറ്റും ഒരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിക്കുന്നു. സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് ശരീരത്തിലെ പ്രഷർ പോയിന്റുകളെ ഉത്തേജിപ്പിക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പ്രത്യേകിച്ച് നെറ്റിയിലെ കുങ്കുമവും തലയിലെ പൂവും മനസ്സിനെ ശാന്തമാക്കാനും പോസിറ്റീവ് ചിന്തകൾ നൽകാനും സഹായിക്കുന്നു. എന്തിനാണ് പുരുഷന്മാർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം മാറ്റിയിട്ട് പ്രവേശിക്കുന്നത്? നമ്മുടെ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളിൽ നിന്ന് നിരന്തരം പോസിറ്റീവ് ഊർജം അഥവാ കോസ്മിക് എനർജി പ്രവഹിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് പോസിറ്റീവ് ഊർജം ആഗിരണം ചെയ്യുന്ന പ്രധാന കേന്ദ്രമാണ് ഹൃദയഭാഗം അഥവാ ഹൃദയചക്രം. ക്ഷേത്രദർശന വേളയിൽ മേൽവസ്ത്രമില്ലാതെ നിൽക്കുമ്പോൾ അവിടെയുള്ള മന്ത്രധ്വനികളും വിഗ്രഹത്തിൽ നിന്നുള്ള പ്രഭാവലയവും നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ ഈ ഹൃദയചക്രം സഹായിക്കുന്നു. കല്ലും മരവും കൊണ്ട് തീർത്ത നമ്മുടെ ക്ഷേത്രങ്ങൾക്കുള്ളിൽ അന്തരീക്ഷം പുറത്തേക്കാൾ തണുപ്പുള്ളതാണ്. ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാനും ശാന്തത നിലനിർത്താനും ഇത് സഹായിക്കുന്നു. എന്തുകൊണ്ടാണ് പാന്റും ഷർട്ടും ഒഴിവാക്കി മുണ്ടൊടുക്കാൻ പറയുന്നത്? തുന്നിയ വസ്ത്രങ്ങളെക്കാൾ കൂടുതൽ പോസിറ്റീവ് എനർജി നിലനിർത്താൻ തുന്നാത്ത കോട്ടൺ തുണികൾക്ക് കഴിയും. രാജാവായാലും പ്രജയായാലും ക്ഷേത്രത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. മുണ്ടെടുത്ത് വരുമ്പോൾ അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. ആ ലാളിത്യമാണ് നമ്മുടെ സംസ്കാരം. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ക്ഷേത്രങ്ങൾ തന്ത്രശാസ്ത്രം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വിഗ്രഹത്തെ വെറുമൊരു കല്ലായല്ല, മറിച്ച് ജീവനുള്ള ഒരു പ്രതിഷ്ഠയായാണ് ഇവിടെ കാണുന്നത്. ക്ഷേത്രത്തിന്റെ കാന്തിക വലയത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ഏകാഗ്രമാകുന്നു. ഇതാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. ചന്ദനം നെറ്റിയിലെ ആജ്ഞാചക്രത്തിൽ ചന്ദനം ചാർത്തുന്നത് മനസ്സിനെ തണുപ്പിക്കാനും ഏകാഗ്രത കൂട്ടാനും സഹായിക്കുന്നു. നമ്മുടെ പൂർവികർ വെറുതെ ഉണ്ടാക്കിയതല്ല ഈ നിയമങ്ങൾ. ശാരീരികവും മാനസികവുമായ ഉണർവ് നൽകുന്ന കൃത്യമായ പ്ലാനിംഗ് ഇതിന് പിന്നിലുണ്ട്. ഓരോ ആചാരവും നമ്മുടെ ശരീരത്തെ ഒരു ബാറ്ററി പോലെ റീചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കേരളീയമായ ഈ തനിമയാണ് നമ്മെ ലോകത്തിന് മുന്നിൽ വേറിട്ട് നിർത്തുന്നത്. ഈ അറിവ് വരും തലമുറയ്ക്കും പകർന്നു നൽകാം. നന്ദി, നമസ്കാരം.